പ്രിയമുള്ളവരെ, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. അധ്വാനിക്കുന്നവന് മാത്രമേ നേട്ടമുള്ളൂ, വേദന സഹിക്കാൻ കഴിയുന്നവന് മാത്രമേ വിജയം കൊയ്യാൻ കഴിയുള്ളൂ. ഇത് ഓർമ്മപ്പെടുത്തുന്നൊരു കഥയുണ്ട്. ഒരിക്കലൊരു ശില്പി ഒരാറിൻ്റെ തീരത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അയാളുടെ കണ്ണിൽ ഒരു മനോഹര ശില കണ്ടു. ഒരു വെളുത്ത മനോഹരമായ ശില, നല്ല ഷേപ്പുള്ള ശില. ആ കല്ലിനോട് ശില്പി ചോദിച്ചു, നിന്നെ ഞാനൊരു മനോഹര വിഗ്രഹമാക്കട്ടെ? അപ്പോൾ കല്ല് പറഞ്ഞത് എന്താണെന്നറിയാമോ? മനോഹരമായ വിഗ്രഹമാക്കുന്നതിലും അതുമൂലം എനിക്ക് ഖ്യാതിയും സമ്പത്തും ഒക്കെ വരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ശരീരം വേദനിക്കരുത്. അങ്ങ് ഉളി കൊണ്ട് കുത്തുമ്പോൾ എൻ്റെ ശരീരം വേദനിക്കില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ആ ശില ഉപേക്ഷിച്ചിട്ട് വീണ്ടും ശില്പി നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വേറൊരു ശില കണ്ടു, ഒരു കറുത്ത ശില. അത്രയധികം മനോഹാരിതയില്ലാത്തൊരു ശില, നല്ല ഷേപ്പുമില്ല. ആ ശിലയോട് വീണ്ടും ശില്പി ചോദിച്ചു, നിന്നെ ഞാനൊരു വിഗ്രഹമാക്കട്ടെ? സന്തോഷത്തോടു കൂടി ആ ശില പറഞ്ഞു, അങ്ങനെ മനോഹരമായ വിഗ്രഹമാക്കൂ, എനിക്കതിൽ കുഴപ്പമില്ല, വേദന സഹിക്കാൻ ഞാൻ തയ്യാറാണ്. 24 മണിക്കൂർ കൊണ്ട് ആ ശിലയെ ഒരു ഗണപതി വിഗ്രഹമാക്കി മാറ്റി ആ ശില്പി അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പുതിയ ഗണപതിയെ കാണാൻ ഒത്തിരി പേർ അതുവഴി വന്നു, ഭക്തന്മാർ കയ്യിൽ നാളികേരവുമായി. പക്ഷേ നാളികേരം ഉടയ്ക്കാൻ ശിലയില്ല. അവരൊരു കല്ല് തിരക്കി നടന്നു. അപ്പോഴാണ് നദീതീരത്ത് കിടക്കുന്ന വെളുത്ത ശിലയെ അവർ കണ്ടത്. അത് താങ്ങി എടുത്തുകൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിട്ട് ഭക്തർ അതിൽ നാളികേരം ഉടയ്ക്കാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞു ആ ശില. 24 മണിക്കൂർ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന ശില ഇപ്പോൾ ആയുഷ്കാലം വേദന സഹിക്കേണ്ടി വരുന്നു. നോക്കണേ, അധ്വാനിക്കാൻ, വേദന സഹിക്കാൻ, കഷ്ടപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് വിജയമില്ല എന്നുള്ള പാഠമാണ്. അതേസമയം ആ കറുത്ത ശില ഗണപതി വിഗ്രഹമായി മാറി, പോപ്പുലാരിറ്റി കൂടി, സമ്പത്ത് കൂടി. അപ്പോൾ വേദന സഹിച്ചതുകൊണ്ട് നേടിയ വിജയമാണത്. ഇതിൽ നിന്നൊരു പാഠം നമ്മൾ പഠിച്ചു, നോ പെയിൻ നോ ഗെയിൻ. അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും മാത്രമേ വിജയമുള്ളൂ എന്ന പാഠം.